നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് ഇതാ എഴുന്നള്ളി വരികയാണ്. ഈശോയുടെ ജീവിതം മുഴുവനും നമുക്കായി ഇതാ അവിടുന്ന് വിശുദ്ധ കുർബാനയിലൂടെ പകർന്നു തന്നിരിക്കുന്നു. ഈശോയുടെ ജീവിതം മുഴുവനുമാണ് വിശുദ്ധ കുർബാന. ഈശോ നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ അത് മുഴുവനും അപ്പത്തിൻ്റെ രൂപത്തിൽ ഇതാ നമുക്കായി നൽകുന്നു. ഈശോയുടെ ജനനം അതിലുണ്ട്, ഈശോയുടെ രഹസ്യ ജീവിതം അതിലുണ്ട്, ഈശോയുടെ പരസ്യ ജീവിതം അതിലുണ്ട്, ഈശോയുടെ മരണവും ഉയർപ്പും സ്വർഗാരോഹണവും അതിനകത്തുണ്ട്. തുടർന്നുള്ള പിതാവിൻ്റെ സന്നിധിയിലെ അവിടുത്തെ മധ്യസ്ഥ പ്രാർത്ഥനയും ഇവിടെയുണ്ട്. ഇതാ ഈശോ നമുക്ക് വേണ്ടി ചെയ്ത ഈ കാര്യങ്ങളിലൂടെയാണ് നമ്മൾ സുഖം പ്രാപിക്കുന്നതും, നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നതും, നമ്മൾ വീണ്ടെടുക്കപ്പെടുന്നതും, നമ്മൾ രക്ഷ പ്രാപിക്കുന്നതും. നമ്മുടെ എല്ലാ മുറിവുകളും ഉണങ്ങുന്നത് ഈ വിശുദ്ധ കുർബാനയിലൂടെയാണ്, ഈശോയുടെ ജീവിതത്തിലൂടെയാണ്. ഈശോയുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് ഒട്ടേറെ അനുഗ്രഹത്തിൻ്റെ ചാല് കീറപ്പെട്ടിട്ടുണ്ട്. ഈശോയുടെ ജീവിതത്തിലെ ഓരോ സെക്കൻഡുകളിലൂടെയും നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവിന് സൗഖ്യദായകമായ സ്നേഹത്തിൻ്റെ ചാല് കീറപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ മുറിവുകളെ അവരുടെ മുമ്പിൽ നമുക്ക് തുറക്കാം. കർത്താവിൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല. ഇതാ അവിടുന്ന് നമുക്ക് ഏറ്റവും സമീപസ്ഥനാണ്. ഇതാ വിശുദ്ധ കുർബാനയിലേക്ക് ഇതിലൂടെ എഴുന്നള്ളി വരുന്ന ഈശോയെ നമുക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഗാനം ആലപിച്ച് നമുക്ക് കർത്താവിനെ സ്വീകരിക്കാം. സർവ്വതും മറന്ന് നമുക്ക് ഉച്ചസ്വരത്തിൽ പാടി ആരാധിക്കാം. ആരാധന 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 ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശബ്ദമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആത്മാവിലായിരം മുറിവുണങ്ങിയിടും ആത്മീയ നിമിഷമിൽ ആരാധന. ആത്മാവിലായിരം മുറിവുണങ്ങിയിടും ആത്മീയ നിമിഷമിൽ
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൈ കൊട്ടിപ്പിടിച്ചുകൊണ്ട് നമുക്ക് വിശുദ്ധ കുർബാനയിലേക്ക് നോക്കാം. വെളുത്ത അപ്പത്തിൽ ഈശോ വസിക്കുന്നു. തൻ്റെ എല്ലാ മഹത്വവും മറച്ചു വെച്ചുകൊണ്ട് ഇതാ കർത്താവ് നമ്മുടെ മുമ്പിൽ. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ കാലിത്തൊഴുത്തിൽ ഈശോ പിറന്നപ്പോൾ തൻ്റെ ദൈവത്വവും എല്ലാം അവിടുന്ന് മറച്ചു വെച്ച് വെറും ഒരു ദുർബല ശിശുവായി കാലിത്തൊഴുത്തിൽ ഈശോ കിടന്നു. ആ ഈശോയെ ഭൂതരാജാക്കന്മാരും ആട്ടിടയന്മാരും ചെന്ന് കണ്ട് ആ ദുർബല ശിശുവിൽ അവർ ദൈവത്തെ കണ്ട് അവിടുത്തെ ആരാധിച്ചു. ഈ വലിയ അനുഗ്രഹം, ആ ദുർബല ശിശുവിൽ ദൈവത്തെ കാണുവാനുള്ള അനുഗ്രഹം ദൈവം തന്നെയാണ് അവർക്ക് നൽകിയത്. നമുക്കും പ്രാർത്ഥിക്കാം, കർത്താവേ, ഈ അപ്പത്തിൽ നിന്നെ ദർശിക്കുവാൻ, നിന്നെ കാണുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യം, എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവത്തിൻ്റെ കൃപ ഇതാ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവത്തിൻ്റെ കൃപ ഇതാ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും മുറിവുണക്കുന്ന ഈ കൃപ, നമ്മളെ സുഖപ്പെടുത്തുന്ന ഈ കൃപ, നമ്മുടെ ദുഃഖവും നമ്മുടെ വേദനകളെയെല്ലാം സൗഖ്യമാക്കുന്ന ഈ കൃപ ഇതാ വിശുദ്ധ കുർബാനയിലൂടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യെശയ്യായുടെ പുസ്തകം 65-ാം അധ്യായം 17-ാം വാക്യം, ഇതാ ഞാൻ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു, പൂർവകാര്യങ്ങൾ അനുസ്മരിക്കുകയോ അവ മനസ്സിൽ വരികയോ ഇല്ല. ഞാൻ സൃഷ്ടിക്കുന്നവയിൽ നിങ്ങൾ നിത്യം സന്തോഷിച്ച് ആനന്ദിക്കുവിൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഇന്ന് ഈ നിമിഷം ഈ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ആയിരിക്കുക എന്നത് ദൈവത്തിൻ്റെ മഹത്തായ തീരുമാനവും ദൈവത്തിൻ്റെ മഹത്തായ ഒരു വിളിയും വെളിപ്പെടുത്തലുമാണ്. നാളുകളായി നിരവധിയായ ദുഃഖങ്ങൾ കൊണ്ട് ആരോടും പങ്കുവയ്ക്കാൻ പറ്റാത്ത വണ്ണമുള്ള പ്രയാസങ്ങൾ കൊണ്ട് മനസ്സാകെ ഞെരിഞ്ഞ് അമർന്നിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഇന്ന് കർത്താവ് സുഖപ്പെടുത്തുവാനും അനുഗ്രഹിക്കുവാനുമായി തൻ്റെ അടുക്കലേക്ക് അവിടുന്ന് വിളിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മരത്തിന്റെ മുകളിൽ നിന്ന് സക്കേവൂസിനെ വിളിച്ചു താഴെ ഇറക്കിയ കാരുണ്യവാനായ ദൈവം നാളുകളായി മാസങ്ങളായി പല വിധത്തിലുള്ള ടെൻഷനും വേദനയും കൊണ്ട് വിഷമിക്കുന്ന നിന്നെ ഇന്ന് വിളിച്ച് ഈ ദേവാലയത്തില് ഈ സായം സന്ധ്യയില് ഇതാ നിർത്തിയിരിക്കുകയാണ്. കൈകളെ ആരാവറം പിടിച്ച് കാരുണ്യവാനായ ദൈവത്തിന് നേരെ നോക്കി, നമുക്ക് ജീവൻ നൽകിയവൻ, ജീവിത പങ്കാളിയെ നൽകിയവൻ, കുഞ്ഞുങ്ങളെ നൽകിയവൻ, ആയുസ് നൽകിയവൻ, ആ കർത്താവിന് നേരെ നോക്കിക്കൊണ്ട് സൃഷ്ടാവിന്റെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, എന്റെ ദൈവമേ, പിതാവായ ദൈവത്തിന്റെ ഓമനപുത്ര, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. എന്റെ ദൈവമേ, എന്നെ മുഴുവനായി കാണുന്ന ദൈവമേ, എല്ലാം അറിയുന്ന ദൈവമേ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സങ്കീർത്തനം 108:1 നമുക്ക് ചെല്ലാം. എന്റെ ഹൃദയം ദൈവമേ ഇതാ ഒരുങ്ങിയിരിക്കുന്നു. ദൈവമേ എന്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു. ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും. എന്റെ ആത്മാവേ ഉണരുക. വീണയും കിന്നരവും ഉണരട്ടെ. ഉഷസ്സിനെ ഞാൻ വിളിച്ചുണർത്തും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സഹോദരങ്ങളെ, നമ്മുടെ കയ്യിൽ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും ദൈവത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. 1 കൊരിന്ത്യർ 4:7 നമ്മൾ വായിക്കുന്നു, അല്ലയോ മനുഷ്യ, നിനക്കെന്ത് പ്രത്യേകതയാണുള്ളത്? ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ദാനമായി സ്വീകരിക്കാത്തതായി നിനക്കെന്തുണ്ട്? എല്ലാം ദാനമായിരിക്കേ ദാനമല്ല എന്ന മട്ടിൽ നീ എന്തിന് അഹങ്കരിക്കുന്നു? നമുക്ക് എളിമയിലേക്ക് വരാം. നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അത് ദൈവത്തെ കാണുന്നതിന് തടസ്സമാണ്. എല്ലാ ഉടമസ്ഥതയും ദൈവത്തിന് മുമ്പിലും നമുക്ക് സമർപ്പിക്കാം. ദൈവം ഒന്നിൻ്റെയും ഉടമസ്ഥത നമുക്ക് നൽകിയിട്ടില്ല. അത് ഉപയോഗിക്കുവാനും അനുഭവിക്കാനും ദൈവം നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. നമ്മൾ ഒന്നിൻ്റെയും ഉടമസ്ഥരല്ല. ഉടമസ്ഥത ദൈവത്തിനുള്ളതാണ്. ആ ഉടമസ്ഥത ദൈവത്തിന് കൊടുക്കുന്നതിലാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന് പറയുന്നത്. ഉടമസ്ഥത നിന്റെ കയ്യിലിരുന്നാൽ നീ നിന്നെ മഹത്വപ്പെടുത്തുന്ന വ്യക്തിയായി മാറും. നീ മറ്റൊരു കുട്ടി ദൈവമായി മാറും. അതല്ല ദൈവഹിതം. നമ്മളെല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്നതാണ്. അതുകൊണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്നവയെല്ലാം നമുക്ക് തമ്പുരാന്റെ പക്കലേക്ക് ഉയർത്താം. അതിൻ്റെ ഉടമസ്ഥനും നാഥനുമായി നമുക്ക് ദൈവത്തെ ഏറ്റുപറയാം. നമ്മൾ പ്രഭാതത്തിൽ മുതൽ രാവിലെ മുതൽ തന്നെ ദൈവത്തെ ആരാധിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്തു. നിന്റെ കയ്യിൽ എന്തിരിപ്പുണ്ടോ അത് ദൈവത്തെ സർവശക്തനും നാഥനുമായി കാണുന്നതിന് തടസ്സമാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് അവയുടെ എല്ലാ ഉടമസ്ഥത ദൈവത്തിന് കൊടുത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ തയ്യാറാകുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് കൈകളെ യാനാപുറം പിടിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ അധ്വാനവും നമ്മുടെ പരിശ്രമവും നമ്മുടെ വേർപ്പുതുള്ളിയും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ചിലതെല്ലാം സമ്പാദിച്ചിട്ടുണ്ട്. അവയെക്കുറിച്ച് എപ്പോഴും എൻ്റെ എന്ന ഒരു ചിന്ത കിടപ്പുണ്ട്. അതിലൂടെയാണ് നീ നിന്നിൽ തന്നെ ആശ്രയിച്ച് നിൽക്കുന്നത്. നമുക്ക് ആ മേഖലയിൽ നന്ദി പറഞ്ഞ് അതിൻ്റെ ഉടമസ്ഥാവകാശം ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകാം. ദൈവമാണ്. നമ്മൾ അധ്വാനിച്ചതുകൊണ്ട് ഒന്നും ഉണ്ടാകണമെന്നില്ല. ദൈവം കരുണ ചൊരിയുന്നില്ലെങ്കിൽ എന്തുണ്ടാകാനാണ്? അതുകൊണ്ട് കർത്താവേ, അത് നിന്റെ ദാനമാണ്. അധ്വാനിക്കാനുള്ള ആരോഗ്യം നീ നൽകി, അനുകൂലമായ സാഹചര്യം നീ നൽകി. നീയാണിതെല്ലാം എനിക്ക് നൽകിയത്. അതുകൊണ്ട് അതിൻ്റെ മഹത്വവും സ്തുതിയും സ്തോത്രവും നിന്റെ പക്കലേക്ക് ഞാൻ ഉയർത്തുന്നു. ദൈവമേ, നിനക്ക് ഞാൻ നന്ദി പറയുവാൻ പറയാതെ പോയിട്ടുണ്ട്. നന്ദിയുടെ ആരാധന നമുക്കൊരു നിമിഷം നടത്താം. ഒത്തിരി കാര്യങ്ങളെ ഓർത്ത് നീ നന്ദി പറയുക. നിങ്ങളാരും സംശയിക്കേണ്ട ആവശ്യമില്ല. വെറും നന്ദി പ്രാർത്ഥന കൊണ്ട്
എത്രയോ ബന്ധനങ്ങൾ നീങ്ങിപ്പോകാൻ പോകുന്നു. ഒരുപക്ഷെ വർഷങ്ങളായി നിന്നെ പിടികൂടിയിരിക്കുന്ന എത്രയോ ദുഃഖങ്ങൾ നന്ദി കരയേറ്റുന്നത് വഴി നിന്നെ വിട്ടുപോകാൻ പോകുന്നു. നന്ദി വലിയൊരു ആരാധനയാണ്. കൃതജ്ഞതാ ബലി അർപ്പിക്കുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. ജോബിൻ്റെ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. ജോബിൻ്റെ സമ്പത്തും ജോബിൻ്റെ മക്കളെയും, ജോബിൻ്റെ ശരീരം മുഴുവൻ കുഷ്ഠരോഗം കൊണ്ട് നിറഞ്ഞപ്പോഴും ആ മനുഷ്യൻ നിലവിളിച്ച് പറഞ്ഞു, കർത്താവേ, നീ തന്നു, നീ എടുത്തു, നിനക്ക് സ്തോത്രമുണ്ടാകട്ടെ. ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാകാം. സഹോദരങ്ങളെയും, ഇത് കർത്താവ് നൽകിയതാണ്. നമ്മളെക്കാൾ എത്രയോ പേർ അധ്വാനിച്ചിട്ടുണ്ട്. എന്നിട്ടും ഇപ്പോഴും തകർച്ചയിലും ദുഃഖത്തിലും കഴിയുന്ന എത്രയോ ജീവിതങ്ങൾ. നമ്മൾ മനസ്സിലാക്കുക, കൈകളിൽ ആരാറം പിടിക്കാം. അതുകൊണ്ട് കർത്താവിന് നന്ദി പറയുക. യോനാ തിമിംഗലത്തിൻ്റെ വയറ്റിൽ കിടന്നുകൊണ്ട് ദൈവമേ നന്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതാ തിമിംഗലം യോനായെ ശബ്ദിച്ചു. യോന സ്വതന്ത്രനായി. തിമിംഗലത്തേക്കാൾ എത്രയോ ശക്തമായ എൻ്റെ എന്ന സ്വാർത്ഥതയുടെ പിടിയിൽ അമർന്നിരിക്കുന്ന ജീവിതങ്ങളാണ് നമ്മൾ. നീ നിന്നിൽ നിന്ന് പിടിവിടണമെങ്കിൽ നീ ദൈവത്തിന് നന്ദി പറയണം. നമുക്ക് കൈകളിൽ യാനാവൃതം പിടിച്ച് ഓരോരുത്തരും അവരുടെ ജീവിതത്തെ കണ്ടുകൊണ്ട് ഓരോരുത്തർക്കും വ്യക്തിപരമായി ദൈവത്തോട് നന്ദി പറയാൻ കിടപ്പുണ്ട്. നിന്റെ ജീവിതത്തെ മുഴുവനും കാണുന്ന ദൈവത്തിന് മുമ്പിലാണ് നീ ഇരിക്കുന്നത്. അതുകൊണ്ട് ദൈവം നൽകിയ ഈ വലിയ അവസരത്തെ ഉപയോഗിച്ച് അവരവർക്ക് കേൾക്കാവുന്ന സ്വരത്തിൽ നമ്മൾ നമ്മുടെ നാവിലൂടെ കേൾക്കാവുന്ന സ്വരത്തിൽ നമ്മൾ ദൈവത്തിന് നന്ദി പറയുമ്പോൾ നമ്മുടെ മുഴുവൻ ശരീരവും, ശരീരത്തിലെ മുഴുവൻ സെല്ലുകളും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. നമുക്കങ്ങനെ പറയാം, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഓരോന്ന് ഓർത്തുകൊണ്ട് ഇതാ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോന പുറത്തു വന്നതുപോലെ നാളുകളായിട്ട് നിന്നെ ബന്ധിച്ചിട്ടിരിക്കുന്ന ഒട്ടേറെ ബന്ധനങ്ങളിൽ നിന്ന് ഇന്ന് കർത്താവ് നമ്മളെ മോചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ കർത്താവ് അപ്പമെടുത്തുയർത്തിക്കൊണ്ട് 5 അപ്പവും 2 മീനും ഉയർത്തി പരമപിതാവിന് നന്ദി പറഞ്ഞപ്പോൾ സഹോദരങ്ങളെ, സമൃദ്ധിയുടെ ഒരു അത്ഭുതം അവിടെ നടന്നു. ഹല്ലേലൂയ. ലാസറിന്റെ കുടിമാടത്ത് നിന്നുകൊണ്ട് യേശു പിതാവിന് നന്ദി പറഞ്ഞു. പിതാവേ, അങ്ങെപ്പോഴും എന്റെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട്. പിതാവേ, അതിന് ഞാൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ലാസറിനെ കുടിമാടത്ത് നിന്ന് അവിടെ നിന്ന് ഉയർപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിന്റെ ഒട്ടേറെ രംഗങ്ങളിൽ അഴുകിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ജീവിതങ്ങള് ഇന്ന് പുനരുത്ഥാനം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, 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 യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരുണ്യവാനായ കർത്താവേ, ഓർത്തോർത്തുള്ള ദുഃഖങ്ങൾ വിട്ടുപോകട്ടെ, വിഷാദ സ്വഭാവങ്ങൾ നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിയന്ത്രിക്കാനാവാത്ത ദേഷ്യ സ്വഭാവം കർത്താവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് കൈകൾ യാനാറം പിടിച്ചുകൊണ്ട് നമുക്ക് പറയാം, കർത്താവായ ഈശോയെ, കഴിഞ്ഞ കാലങ്ങളിൽ
ഞങ്ങളെ അനുഗ്രഹിച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സങ്കീർത്തനം 18:36 അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 18:16 ഉന്നതത്തിൽ നിന്ന് അവിടുന്ന് കൈ നീട്ടി, അവിടുന്ന് എന്നെ പിടിച്ചു. പെരുവെള്ളത്തിൽ നിന്ന് അവിടുന്ന് എന്നെ ഉയർത്തി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സഹോദരങ്ങളെ, നമ്മുടെ ശരീരം, നിരവധിയായ ഓർമ്മകൾ പൊതിഞ്ഞു കിടക്കുന്ന ഈ ശരീരം, ജനിച്ച കാലം മുതൽ തന്നെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ തലച്ചോറിൽ റെക്കോർഡ് ചെയ്ത് കിടക്കുകയാണ്. ഈ ശരീരം നമുക്ക് പൂർണ്ണമായി കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. മനുഷ്യ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. ഈ ശരീരം നമ്മുടേതല്ല. അതുകൊണ്ട് അവിടെ നമ്മോട് പറയുന്നു, നിന്റെ ശരീരത്തിൽ നീ ദൈവത്തെ മഹത്വപ്പെടുത്തണം. അവന്റെ ഉടമസ്ഥത നീ ഏറ്റുപറയണം. ഈ ശരീരം നിന്റേതല്ല. എന്നാൽ ജീവിതത്തിലെ ചില നിർമ്മിഷങ്ങളിൽ ഞാനാണ് ഇതിൻ്റെ ഉടമസ്ഥൻ എന്ന് സ്വയം കരുതുകയും ദൈവത്തെ മറന്ന് നാം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ ശരീരമാണ്, ഞാൻ തോന്നി പോലെ അത് ഉപയോഗിക്കും, ആരുണ്ട് എന്നെ ചോദ്യം ചെയ്യുവാൻ എന്നൊക്കെ നിലയിൽ നമ്മൾ അഹങ്കരിക്കുകയും ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഈ ശരീരത്തിൻ്റെ ഉടമസ്ഥാവകാശം ഈശോയെ ഏൽപ്പിച്ച് നമുക്ക് അവിടുത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, ഈ ശരീരത്തെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇതിൻ്റെ ഉടമസ്ഥനും നാഥനുമായി ഞാൻ ഏറ്റുപറയുന്നു. കർത്താവേ, ഈ നിമിഷം വരെയും ഈ ശരീരം ഉപയോഗിക്കുവാൻ അങ്ങ് നൽകിയ അങ്ങയുടെ മഹാകാരുണ്യത്തെ ഏറ്റുപറയുന്നു, നന്ദി പറയുന്നു. ഈശോയെ, ഈശോയെ, ഈ ശരീരം നിന്റെ ഉടമസ്ഥതയിലാണ് എന്ന വലിയ സത്യം മറന്നുകൊണ്ട് എന്റെ ഇഷ്ടമനുസരിച്ച് ഞാൻ ഈ ശരീരത്തെ ദുർവിനിയോഗിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവേ, ഞാൻ മാപ്പ് ചോദിക്കുന്നു. നിന്റെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി ഞാൻ ഈ ശരീരത്തെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവേ, ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ശരീരം കൊണ്ട് സ്നേഹത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചവയെ ഓർത്ത് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഈ ശരീരം കൊണ്ട് സ്നേഹത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചതിനെ ഓർത്ത് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, ഈ പ്രപഞ്ചത്തിലെ സസ്യലതാദികളും മൃഗങ്ങളും സാധനങ്ങളും ദൈവത്തിന് മഹത്വവും സ്തുതിയും നൽകുമ്പോൾ എൻ്റെ ഈ ശരീരത്തിലെ സെല്ലുകൾ ദൈവമേ നിന്നെ മഹത്വപ്പെടുത്താതെ
അവയെല്ലാം ഞാൻ എന്റെ അധികാരത്തിന് കീഴിൽ സൂക്ഷിച്ച് എന്റെ അധികാരത്തിൽ ഞാൻ അഹങ്കരിച്ച് ജീവിച്ചു പോയതിനെ ഓർത്ത് ഞാൻ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, ഇന്ന് ഈ ശരീരത്തെ നിന്റെ ഉടമസ്ഥതയിലേക്ക് ഉയർത്തി ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. കൈകളെ യാരാപുറം പിടിച്ച് നമ്മുടെ ശരീരത്തെ കർത്താവിന്റെ പക്കലേക്ക് ഉയർത്തി അവിടുത്തെ ഉടമസ്ഥതയിലേക്ക് ഉയർത്തി റോമർ 12:2 പ്രകാരം ഈ ശരീരത്തെ നീ ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവായ ദൈവമേ, പിതാവായ ദൈവമേ, ഈ പ്രാർത്ഥനയില് കൃപയും സ്നേഹവും ഞങ്ങളിൽ വർഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ഈ ശരീരത്തെ അങ്ങയുടെ കൈകളിൽ ഇതാ ഞാൻ സമർപ്പിക്കുന്നു. അങ്ങേക്ക് മഹത്വം ഉണ്ടാകട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ശാരീരിക രോഗങ്ങൾ നീങ്ങിപ്പോകട്ടെ, ശാരീരിക രോഗങ്ങൾ നീങ്ങിപ്പോകട്ടെ, ശാരീരിക അസ്വസ്ഥതകൾ നീങ്ങിപ്പോകട്ടെ, തിന്മയുടെ ശക്തികൾ നീങ്ങിപ്പോകട്ടെ, പൈശാചിക പീഡകൾ നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈയോടി പിടിച്ചുകൊണ്ട് ഈശോയെ, ഈശോയെ, അങ്ങ് നൽകുന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം ഞാൻ നന്ദി പറയുന്നു. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട്, അങ്ങയുടെ ദിവ്യ പ്രകാശം കൊണ്ട് അങ്ങനെ നിറയ്ക്കുന്നതിനാൽ ഞാൻ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവനായ യേശുവേ, അവിടുത്തെ ജീവൻ ഞങ്ങളിലേക്ക് പ്രവഹിക്കട്ടെ. ഹല്ലേലൂയ. ദിവ്യപ്രകാശമായ യേശുവേ, ഈ പ്രകാശം കൊണ്ട് ഞങ്ങൾ നിറയട്ടെ. ഹല്ലേലൂയ. സ്നേഹം തന്നെയായ ഈശോയെ, അങ്ങയുടെ ദിവ്യ സ്നേഹം, സ്നേഹം കിട്ടാത്ത എല്ലാ ഓർമ്മകളിലേക്കും കടന്നു വരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈകളെ യാനാവറം പിടിച്ചുകൊണ്ട് നമ്മുടെ ബന്ധങ്ങളെല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കുക. മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, ജീവിത പങ്കാളിയെ കർത്താവിന്റെ പക്കലേക്ക് ഉയർത്തുക. ഓരോ വ്യക്തിയും ഒന്നാമതായി യേശുവിൻ്റെതാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ബന്ധം കിട്ടിയത്. ഓരോ വ്യക്തിയും യേശുവിൻ്റെതായതുകൊണ്ടാണ് നമുക്ക് മാതാപിതാക്കന്മാരായി, സഹോദരങ്ങളായി, ജീവിത പങ്കാളിയായി ഒക്കെ അവിടുന്ന് നമുക്ക് നൽകിയത്. ഈ ഒന്നാമത്തെ ബന്ധത്തെക്കുറിച്ച് നാം ഓർക്കണം. ഈ ഒന്നാമത്തെ ബന്ധത്തെ ഓർത്ത് നീ ദൈവത്തെ സ്തുതിക്കണം. ഓരോ വ്യക്തിയും ദൈവത്തിൻ്റെതാണ് എന്ന ബോധം നമ്മുടെ ഉള്ളിലുണ്ടാകണം. ഓരോ വ്യക്തിയും ദൈവത്തിൻ്റെതാണ് എന്ന ബോധം നമ്മുടെ ഉള്ളിലുണ്ടായാൽ ഓരോ വ്യക്തിയെയും നമുക്ക് ബഹുമാനിക്കാൻ കഴിയും. കുഞ്ഞുങ്ങളെ പോലും നമുക്ക് ബഹുമാനിക്കാൻ കഴിയും. കാരണം ഈ കുഞ്ഞ് ദൈവത്തിൻ്റെതാണ്. ഓരോ വ്യക്തിയും ദൈവത്തിൻ്റെതാണ്. ഈശോയുടെ രക്തം കൊണ്ടും ഈശോയുടെ പ്രാർത്ഥന കൊണ്ടും ഈശോയുടെ എളിമ കൊണ്ടും അവിടുന്ന് നേടിയെടുത്തതാണ് ഓരോ വ്യക്തിയും. ഓരോ വ്യക്തിയിലും കർത്താവിന്റെ രക്തത്തിന്റെ നനവുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ ബന്ധങ്ങളുടെ നടുവിൽ ഇതാ ഒരു അൾത്താര. ഈ അൾത്താരയിലേക്ക് നമുക്ക് അവരെ വെക്കാം. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും വെക്കാം. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളെയും ഈ അൾത്താരയിൽ വെച്ച് ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ മഹത്വത്തിന് വേണ്ടി നിയോഗം വയ്ക്കുന്നു. നിനക്ക് സ്തുതിയും സ്തോത്രവും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മളാരും ദൈവങ്ങളല്ല, നമ്മുടെ ചുറ്റുമുള്ളവരാരും ദൈവങ്ങളല്ല. നമ്മൾ ബലഹീനരാണ്. നമ്മുടെ ചുറ്റുമുള്ള ഓരോ വ്യക്തിയും ബലഹീനരാണ്. അവർക്ക് ഇത്രയൊക്കെ നമുക്ക് തരാൻ കഴിയും. അവരാരും ഒരു നിറവല്ല. അതിനാൽ നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അതിന് റിസൾട്ടോ നമ്മൾ പരാതിക്കാരും പരിഭവക്കാരുമാണ്. കൈകൂട്ടി പിടിച്ചുകൊണ്ട് നമുക്ക് ആരോടെല്ലാം പരിഭവവും പരാതിയും ഉണ്ടോ അതിന്ന് ഉപേക്ഷിക്കുക. ജീവിത പങ്കാളിയോടുള്ള പരാതി ഉപേക്ഷിക്കുക. അവരെല്ലാവരും ബലഹീനരാണ്. മാതാപിതാക്കന്മാരോടുള്ള പരാതി നീ ഉപേക്ഷിക്കുക. അവർക്ക് ഇത്രയൊക്കെ തരാൻ കഴിയുള്ളൂ. അവരെല്ലാം ഇത് നിന്നോട് പറയുന്നു, എനിക്ക് ഇത്രയൊക്കെ നിനക്ക് തരാൻ കഴിയുള്ളൂ. എന്നാൽ നിനക്ക് ഇതിനേക്കാൾ കൂടുതൽ ആവശ്യമുണ്ട്. അതുകൊണ്ട് നീ സ്നേഹത്തിന് ഉറവിടമായ ഈശോയിൽ നിന്ന് സ്വീകരിക്കുക. നമ്മുടെ മാതാക്കന്മാർക്കും സഹോദരങ്ങൾക്കും ഒക്കെ തരാൻ കഴിയാതെ പോയത് ഇതാ തരുവാനായി വിശുദ്ധ കുർബാനയിൽ ഈശോ എഴുന്നള്ളിയിരിക്കുന്നു. കൈകൾ യാനാവൃം പിടിച്ചുകൊണ്ട് നമുക്ക് ഈശോയിലേക്ക് വരാനും ഈശോയിൽ നിന്ന് സ്വീകരിക്കാനും കഴിയണമെങ്കിൽ നാം നമ്മുടെ സഹോദരങ്ങളോടെല്ലാം ക്ഷമിക്കുക. അവരുടെ പരിമിതിയെ നീ അംഗീകരിക്കുക. ഞാനെന്തിനാണ് അവരോട് ദേഷ്യപ്പെടുന്നത്? ഞാനെന്തിനാണ് അവരോട് പരിഭവിക്കുന്നത്? അവരാരും ഉറവിടങ്ങളല്ല. അവരാരും സൃഷ്ടിയുടെ കേന്ദ്രമല്ല. അവരാരും ഉടമസ്ഥരല്ല. ഇതാ യഥാർത്ഥ ഉടമസ്ഥനായ യേശു എൻ്റെ മുമ്പിൽ നിൽക്കുന്നു. നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം മടക്കി തരുവാൻ ഈശോ ഇതാ നിന്റെ മുമ്പിൽ നിൽക്കുന്നു. നീ യേശുവിൽ നിന്ന് സ്വീകരിക്കുക. നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടോ അത് മുഴുവനും നീ ക്രിസ്തുവിൽ നിന്ന് സ്വീകരിക്കണം. ഈശോയാണ് നിനക്ക് മടക്കി തരുന്നത്. നിന്റെ കഴിഞ്ഞ കാലങ്ങളിലേക്ക് നിനക്ക് ചെല്ലുവാൻ നിനക്ക് പറ്റുകയില്ല. എന്നാൽ നിന്റെ വർത്തമാനകാലത്തിൽ കടന്നു വരാൻ കഴിവുള്ള യേശു ഇതാ നിന്റെ മുമ്പിൽ നിൽക്കുന്നു. കൈകൾ യാനാവൃം പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവായ ഈശോയേ, എൻ്റെ ഇന്ന് വരെയും ഞാൻ ജീവിച്ചു തീർത്ത ജീവിതങ്ങളിൽ, എൻ്റെ ബന്ധങ്ങളിൽ ആരോടെല്ലാം പരാതിയും പരിഭവവും പിറുപിറുപ്പും അസംതൃപ്തിയും ദേഷ്യവും ഞാനിതാ സൂക്ഷിച്ചിരിക്കുന്നു. കർത്താവേ, കർത്താവേ, അവരോടെല്ലാം നിന്റെ നാമത്തിൽ ഞാനിതാ ക്ഷമിക്കുന്നു. ഈശോയെ, ഓരോരുത്തരോടും ഞാനിതാ ക്ഷമിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ. മാതാപിതാക്കന്മാരെ അനുഗ്രഹിക്കണമേ. സഹോദരങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൊട്ടി പിടിച്ചുകൊണ്ട് കണ്ണുകളടച്ച് ഇതാ ഈശോ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ചിലരെ കുറിച്ച് ഇപ്പോഴും പരിഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ എത്രയെല്ലാം ഉപദേശിച്ചിട്ടും എന്താണ് ഒരനുകൂലമായ പ്രതികരണം ഉണ്ടാകാത്തത്? എന്താ എൻ്റെ ജീവിത പങ്കാളി ഒരനുകൂലമായ പ്രതികരണം നൽകാത്തത്? ഞാൻ ഇത്രയെല്ലാം കരയുകയും പറയുകയും ചെയ്തിട്ട് എന്താണ് അവർ സ്വീകരിക്കാത്തത്? എന്താണ് എൻ്റെ മക്കൾ സ്വീകരിക്കാത്തത്? എന്താണ് എൻ്റെ കൂടെയുള്ളവർ മനസ്സിലാക്കാത്തത്? സഹോദരങ്ങളെ, ഇവിടെയാണ് നീ യേശുവിലേക്ക് വരേണ്ടത്. ഇതാ നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം തരാൻ ഈശോ ഇവിടെ നിൽക്കുന്നു. നീ കർത്താവിനെ സ്വീകരിക്കുക. നിനക്ക് ആരെയും ചേഞ്ച് വരുത്താൻ സാധ്യമല്ല. എന്നാൽ ഈശോയെ നീ സ്വീകരിക്കുക. ഈശോ ഇതാ നിന്റെ ഉള്ളിലേക്ക് വരുന്നു. നിന്റെ മുറിവുകൾ ഉണക്കുന്നു. നാളുകളായുള്ള നിന്റെ സങ്കടങ്ങളിൽ ഈശോ തൊടുന്നു. നിന്റെ മുറിവേറ്റ ഓർമ്മകളെ അവിടുന്ന് സ്പർശിക്കുന്നു. കൈകളെ യാനാവൃം പിടിച്ചോളൂ. കർത്താവേ, എന്റെ മുറിവുകളെ തൊടണമേ. കർത്താവേ, എന്റെ സങ്കടങ്ങളെ അവിടുന്ന് തൊടണമേ. എന്നെ സുഖപ്പെടുത്തണമേ. ഹല്ലേലൂയ. എന്റെ ഭാരങ്ങൾ ഏറ്റെടുക്കണമേ. യേശുവേ, എന്റെ ഭാരങ്ങൾ ഏറ്റെടുക്കണമേ. എന്നെ അനുഗ്രഹിക്കണമേ. എന്നിലെ പരാതിയും പരിഭവവും
യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. വെറുപ്പ്, വൈരാഗ്യം, പ്രതികാര ചിന്തകൾ യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കുന്നുവല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 91:15-16 വാക്യങ്ങൾ. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എന്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞാൻ ആരോടെല്ലാം പരിഭവിച്ചു നിൽക്കുന്നുവോ അവരെയൊക്കെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോയുടെ നാമത്തിൽ ഞാൻ അവരോട് ക്ഷമിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം മടക്കി തരുന്ന ദൈവമേ, നന്ദി, നന്ദി, നന്ദി. പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷത്തോടെ നമുക്ക് കൈകൾ യാരാവറും പിടിച്ചുകൊണ്ട്, ഭാര്യ ഭർത്താക്കന്മാരെല്ലാം കൈകൾ യാരാവറും പിടിച്ചുകൊണ്ട് തന്നെ ഇതാ നമുക്ക് നിങ്ങളുടെ ഈ കുടുംബ മാതാപിതാക്കന്മാരും എല്ലാം കൈകൾ യാനാവറും പിടിച്ചുകൊണ്ട് ഇതാ നിങ്ങളുടെ ഇതുവരെയുള്ള കുടുംബജീവിതത്തിലെ എല്ലാം ഒരു ബലിവസ്തുവായി ഈശോയുടെ മുമ്പിലേക്ക് ഉയർത്തി, ദൈവമേ, ഇത് നിനക്കായിട്ട് സമർപ്പിക്കുന്നു. ഇതെൻ്റെ ബലിയാണ് കർത്താവേ. നിന്റെ ബലിയോട് ചേർക്കുവാൻ ഇതാ ഞാനിത് സമർപ്പിക്കുന്നു. നിന്റെ മഹത്വത്തിന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. ഞാൻ മറ്റുള്ളവരിൽ ഇനിയും ആശ്രയം വയ്ക്കുന്നില്ല. ഞാൻ നിന്നിലാണ് ആശ്രയിക്കുന്നത്. എല്ലാം നീ എനിക്ക് മടക്കി തരുന്നു. എല്ലാം നിന്റെ കയ്യിലാണ് ഉള്ളത്. ഒരു നിമിഷം സ്വതന്ത്രമായി സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധനയും സ്തുതിയും ഉയരട്ടെ, മഹത്വം ഉയരട്ടെ, സ്തോത്രം ഉയരട്ടെ. കർത്താവേ, ഞങ്ങളുടെ ഉള്ളില് ഒരു അഭിനന്ദനം, ഒരു പ്രോത്സാഹനം, ഒരു നല്ല വാക്ക് ഇത് ലഭിക്കാത്തതിന്റെ നൊമ്പരങ്ങൾ നീങ്ങിപ്പോകട്ടെ. നാടുകളായി ഞങ്ങളുടെ ഉള്ളില് തളം കെട്ടി കിടക്കുന്ന കണ്ണുനീര് ഈ നിമിഷം ഞങ്ങൾ സ്വതന്ത്രമാകട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ, വിടുതൽ ലഭിക്കട്ടെ, ദൈവസ്നേഹം കൊണ്ട് നിറയട്ടെ, കരുണ ലഭിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഒരു ഗാനം ആലപിച്ച് സമാപന ആശീർവാദത്തിലേക്ക് പ്രവേശിക്കാം. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. അങ്ങു തന്ന ദാനത്തിനായി നന്ദിയേകിടാം, അങ്ങു തന്ന സ്നേഹത്തിനായി നന്ദിയേകിടാം. നന്മരൂപനേ, നല്ല ദൈവമേ, നന്മരൂപനേ, നല്ല ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. ചർമ്മണം നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. അങ്ങു തന്ന കാലത്തിനായി നന്ദിയേകിടാം, അങ്ങു
മുട്ടുമേ നിൽക്കുക. എല്ലാവരും. പിതാവായ ദൈവമേ, അങ്ങയുടെ ഏകപുത്രനായ യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെയും പീഡാനുഭവത്തിന്റെയും ഉയർപ്പിന്റെയും യോഗ്യതയില് നാളുകളായി ഞങ്ങളെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന രോഗങ്ങളിൽ നിന്നും, മാനസിക തകർച്ചകളിൽ നിന്നും, സാമ്പത്തിക തകർച്ചകളിൽ നിന്നും, മറ്റ് അസ്വസ്ഥതകളിൽ നിന്നും ഞങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. കർത്താവിന് സ്നേഹശക്തി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കട്ടെ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഒഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാരീരിക രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. മാനസിക തകർച്ചകൾ യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. കർത്താവായ യേശുവേ, നിന്റെ നാമത്തില് എല്ലാ ശാരീരിക രോഗങ്ങളും സൗഖ്യം പ്രാപിക്കട്ടെ. നിന്റെ നാമത്തില് നാളുകളായി തലയ്ക്കകത്ത ഭാരം, തലയ്ക്കകത്ത വിങ്ങൽ, തലവേദന, ഓർമ്മക്കേട്, ഓർത്തോർത്ത ദുഃഖങ്ങൾ, വ്യസനം യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. കർത്താവായ യേശുവേ, പുറംവേരെ, നടുവേരെ, നട്ടിലെ തകരാറുകളും യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ഈ പ്രപഞ്ചത്തിന് മുഴുവനും നേരെ അധികാരം ഏറ്റെടുക്കുന്ന കാരുണ്യവാനായ ദൈവമേ, അലർജി രോഗം കൊണ്ട് പീഡിപ്പിക്കപ്പെടുന്ന ഓരോ വ്യക്തികളും യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ത്വക്ക് രോഗങ്ങളും അവയുടെ പീഡകളും യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. വലിയ രോഗങ്ങള്, ശ്വാസം മുട്ടല്, നെഞ്ചിനകത്തെ കഫക്കെട്ടലുകള് യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വർഷങ്ങളായി ക്ഷമിക്കാൻ കഴിയാത്ത മാനസിക അവസ്ഥകളുടെ പേര് ഇപ്പോൾ കർത്താവായ യേശുവേ, സ്നേഹം തന്നെയായ യേശുവേ, നീ കടന്നു വന്ന് സൗഖ്യം നൽകണമേ. ക്ഷമിക്കുവാൻ, പൊറുക്കുവാൻ കൃപ ചൊരിയണമേ. ഹൃദയശാന്തതയും എളിമയുള്ള ഈശോയെ, നാളുകളായി മനസ്സിൽ തലക്കെട്ടി കിടക്കുന്ന ദുഃഖഭാവങ്ങള്, അവയുണ്ടാക്കുന്ന ദേഷ്യ സ്വഭാവങ്ങൾ യേശുവിന്റെ നാമത്തില് സൗഖ്യം പ്രാപിക്കട്ടെ. ജോലിയുടെ തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുടുംബത്തില് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന പല വിധത്തിലുള്ള തെറ്റിദ്ധാരണകള്, മാനസിക പീഡകള്, ഓർത്തോർത്തുള്ള ദുഃഖങ്ങള് യേശുവിന്റെ നാമത്തില് നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, അവിടുത്തെ രക്തം ഒഴുകട്ടെ, പ്രഭാവന ഒഴുകട്ടെ, അവിടുത്തെ അനുഗ്രഹം ഒഴുകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കരങ്ങളടിച്ച് നമുക്ക് പാടി ദൈവത്തിന് നന്ദി അർപ്പിക്കാം. അവന്റെ നാമം
പ്രൈസ് ദി ലോർഡ്. മനസ്സിന് നല്ല സമാധാനവും സന്തോഷവും ലഭിച്ചവരെ ഒരു കൈ ഉയർത്തി ഈശോയ്ക്ക് നന്ദി പറയുക. അത് കൈ വീശി കർത്താവിനെ മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാനിന്ന് പ്രഭാതം മുതൽ പ്രധാനമായിട്ടും നമ്മൾ ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ സ്തുതിക്കണം എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. നമ്മുടെ ഉടമസ്ഥാവകാശത്തെ ഉപേക്ഷിച്ചുകൊണ്ട് അത് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. അതുപോലെ നന്ദി പ്രാർത്ഥന നടത്തുക, നന്ദി പറയുക. ഇതുവഴി നമ്മുടെ ജീവിതം മുഴുവൻ ചേഞ്ച് ആകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറേ സമയം നമ്മളെ വീട്ടിൽ ചെന്നാലും കുറച്ച് സമയം നമ്മളെ സ്തുതിപ്പിനും ആരാധനയ്ക്കും വേണ്ടി വ്യക്തിപരമായി നിങ്ങൾ കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഡിവൈൻ TV അനേകായിരങ്ങളെ നന്മയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് പ്രേക്ഷകരുടെ ഇമെയിലിലൂടെയും അഭിപ്രായങ്ങളിലൂടെയും പ്രാർത്ഥനാ സഹായത്തിലൂടെയും സ്ഥിരീകരിച്ചുകൊണ്ടിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ രക്ഷയുടെ സന്ദേശം കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കുക എന്ന ഏക ലക്ഷ്യമാണ് ഇതിന്റെ പിന്നിലുള്ളത്. അനേകം വ്യക്തികളുടെ സാമ്പത്തിക സഹായവും പ്രാർത്ഥനയുമാണ് ഡിവൈൻ TVയെ നയിക്കുന്നത്. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം നിങ്ങളുടെ ഓരോ സഹായങ്ങൾക്കും തീർച്ചയായും ധാരാളം പ്രതിഫലം നൽകി സമൃദ്ധമായി അനുഗ്രഹിക്കും. ഈ ദൈവവേലയിൽ പങ്കാളികളാകുവാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ പ്രാർത്ഥനകളും സാമ്പത്തിക സഹായങ്ങളും ഓൺലൈനിൽ കൂടിയോ അഥവാ ഈ വിലാസത്തിലോ അയയ്ക്കുക. www.dvnonline.org or to Divine Vision Network Inc. 1791 OG Skinner Drive, Suite D, West Point, Georgia 31833, USA.